ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുഹമ്മദ് ഷാ, പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകളാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് മുൻപാകെയൊക്കെ തന്നെ നേരത്തെ വന്നത്. അതിൽ പലതും പരിഹരിച്ചു, അല്ലെങ്കിൽ പലരെയും കേട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല, ഹൈക്കോടതി വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നു. 2011 സെൻസസിന് ശേഷം, അല്ലെങ്കിൽ സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട 8 നഗരസഭകളിലെ ഈ വിഭജന നടപടികളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം ഗൗരവത്തോടുകൂടി ഹൈക്കോടതി ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ട്? ഇത് ഇപ്പൊ നമ്മളിപ്പോ കോഴിക്കോട് ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികള്, കൊടുവള്ളി, പയ്യോളി, അതുപോലെ ഫറൂഖ്, മുക്കം, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പാനൂര്, മട്ടന്നൂര്, അത് പിന്നെ ശ്രീകണ്ഠാപുരം, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, കാസർഗോഡ് ജില്ലയിലെ പടത ഗ്രാമപഞ്ചായത്ത്, മറ്റെല്ലാ മുനിസിപ്പാലിറ്റികൾ, അവിടെയൊക്കെ 2015 വാർഡ് വിഭജനം നടന്നു പൂർത്തീകരിച്ചാണ്. അതിനെ അടിസ്ഥാനമാക്കിയത് 2011 സെൻസസാണ്. 2011 സെൻസസിൽ ഒരിക്കൽ വാർഡ് വിഭജനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വാർഡ് വിഭജനം നടത്തേണ്ടത് മുനിസിപ്പാലിറ്റി ആക്ടിന്റെ സെക്ഷൻ 6(1) അല്ലെങ്കിൽ 6(2) പ്രകാരം പുതിയൊരു വാർഡ് വിഭജനം നടത്തേണ്ടത് അടുത്ത സെൻസസിന് ശേഷം മാത്രമാണ്. കാരണം കഴിഞ്ഞ സെൻസസ് പ്രകാരമുള്ള പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ആ വാർഡുകളിൽ കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ഒരിക്കൽ കൂടി വിഭജനം നടത്തണമെങ്കിൽ സെൻസസ് പ്രകാരമുള്ള ഡാറ്റ വരണം. ആ ഡാറ്റ വരാതെ തന്നെ ഗവൺമെന്റ് ചെയ്തത് വാർഡ് വിഭജിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വാർഡിലെ എണ്ണം ഒന്ന് കൂട്ടിയതിനു ശേഷം ആ എണ്ണം കൂടിയതിന്റെ പേരിൽ ഞങ്ങൾക്ക് വാർഡ് വിഭജനം നടത്തണമെന്നുള്ള വാദം എടുത്തു. ആ വാദം കോടതി പിന്നെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് തിരിച്ചാണ്, നിങ്ങൾ സെൻസസ് ആണ് അതിന്റെ മാനദണ്ഡം. സെൻസസ് ഇല്ലാതെ ഒരേ സെൻസസിൽ വീണ്ടും വിഭജനം നടത്താൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നില്ല, പഞ്ചായത്ത് രാജ് ആക്ടോ മുനിസിപ്പാലിറ്റി ആക്ടോ അനുവദിക്കുന്നില്ല എന്ന ഇന്റർപ്രിട്ടേഷന്റെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം നടത്തിക്കൊണ്ട് ഈ മുനിസിപ്പാലിറ്റികളിൽ വാർഡ് വിഭജനം നടത്താനുള്ള നോട്ടിഫിക്കേഷൻ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ അതാത് സ്ഥലങ്ങളിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, അല്ലെങ്കിൽ കൗൺസിലർമാർ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പിന്നെ ഈ നിയമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വാർഡ് ഡിലിമിറ്റേഷൻ നടത്തി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ശ്രമമാണ് കോടതിയുടെ ഇടപെടലിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഷാ. സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാകുകയാണ്. തദ്ദേശ വാർഡ് വിഭജന ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. 2011 സെൻസസ് നടന്നു. ആ സെൻസസ് പ്രകാരം 2015 വിഭജനങ്ങൾ നടന്നതാണ്, പൂർത്തിയാണ്. വീണ്ടും സെൻസസ് നടന്നിട്ടില്ല. അതുകൊണ്ട് അതിലെ പൊരുത്തക്കേടുകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി ഈ നടപടിയെ വിശേഷിപ്പിച്ചുകൊണ്ട് റദ്ദാക്കിയിരിക്കുന്നത്.